Hello everyone, welcome back to my channel. This is Venma. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ക്രാബ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ നേരത്തെ ഒരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കറിയുടെ വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മൾക്ക് ചോറിനും അപ്പത്തിനോ പത്തിരിക്കും ഒക്കെ പറ്റിയ അടിപൊളി ഒരു കറിയാണ്. ഇത് കുറച്ച് ചാറോടുകൂടിയാണ് ഉണ്ടാകുക. കോക്കനട്ട് മിൽക്കൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റിയാണ്. ജസ്റ്റ് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അല്ലേ. നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, എന്നിട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, പുതിയ ആളാണല്ലേ എങ്കിൽ ദാണ്ട് ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് വന്നല്ലോ, അതുകൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു. നമുക്ക് ഞണ്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ തീ സിമ്മിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഈ കറിക്ക് ടേസ്റ്റ്. ഒരു 25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൊടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ കറിയിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള തന്നെ ഉപ്പ് ഒരു ഏകദേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ സിമ്മിലേക്ക് ഇട്ട ശേഷം നമുക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾക്ക് മല്ലിപ്പൊടിയാണ്. 1 സ്പൂണ്, 1 ടീസ്പൂണാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ഗരം മസാലയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികളൊക്കെ എല്ലാം ഏകദേശം മസാലക്കറികൾ ഏകദേശം ഒരുപോലെ ആയിരിക്കും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുള്ളൂ കേട്ടോ. അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂണ് മുളക് പൊടിയാണ്. ഇതിനകത്ത് നമ്മൾ നല്ല മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, കാശ്മീരി മുളക് പൊടി ചേർക്കുന്നില്ല. കാശ്മീരി മുളക് പൊടി കളർ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഇതിനകത്ത് അത്ര റെഡ് കളറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് പൂർണ്ണമായും മാറട്ടെ കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് ചേർന്ന് അലിഞ്ഞ് ചേരാനായിട്ടാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ല പഴുത്ത തക്കാളിയാണ്. വലിയ വലിപ്പമില്ലാത്ത മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്ത ശേഷം ഇത് അടച്ചു വെക്കണം കേട്ടോ. ഈ തക്കാളി എല്ലാം വെന്ത് അലിഞ്ഞ് ചേരണം. അപ്പോൾ ഇത് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ഞണ്ട് വാങ്ങിച്ച് വൃത്തിയാക്കി എടുത്തതാണ്. വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഓക്കെ, വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ തേങ്ങ
പീര എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കുന്നത് ഒന്നാം പാല്. ആ പാല് മാറ്റി വെച്ചിട്ട് ബാക്കി ആ തേങ്ങ തന്നെ പിഴിഞ്ഞെടുത്ത തേങ്ങ ഒന്നുകൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ രണ്ടാം പാല് കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടാം പാല് വേണം ആദ്യം ചേർത്തിട്ട് ഇത് തിളപ്പിച്ച് വേവിച്ചെടുക്കാൻ. ഒന്നാം പാൽ ഒഴിച്ച ശേഷം നമ്മൾ കറി തിളപ്പിക്കാൻ പാടില്ല, കറി തിരിഞ്ഞു പോകും. അതുകൊണ്ട് രണ്ടാം പാല് മാത്രം ഒഴിച്ചിട്ട് നമുക്ക് തീ ഒന്ന് ഫുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഇതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ ഞണ്ട് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നാലും ഫൈനലി ഉപ്പ് നോക്കണം ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ. കാരണം അടുത്ത പാലൂടെ ഒഴിക്കുമ്പോഴത്തേന് ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ. അടച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ വെള്ളമൊക്കെ പകുതി വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫൈനലായിട്ട് നല്ല കോക്കനട്ട് മിൽക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തീ ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു കാരണവശാലും ഇത് തിളയ്ക്കാൻ സമ്മതിക്കരുത്. എന്നാൽ ഈ ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒരു ആവി വരും ഇതിനകത്തുനിന്ന്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ അടുപ്പത്ത് നിന്ന് ഇത് മാറ്റണം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണേ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപ്പ് നോക്കട്ടെ. എനിക്കൊരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. തിളയ്ക്കാൻ സമ്മതിക്കരുതേ, ഇളക്കി കൊടുക്കണേ. ഞാൻ ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഇടാൻ പോകുന്ന സമയത്തേ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് വെച്ചേക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പണിവാളും. ഇതാ ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് തിളയ്ക്കാൻ തുടങ്ങി വരുന്നുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണേ. നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കണം കേട്ടോ. കാരണം ഈ അടുപ്പിൽ ചൂടത്തിരുന്ന് വീണ്ടും ഇത് തിളയ്ക്കാൻ പോകും. അതുകൊണ്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈസി ആയിട്ടുള്ള നാടൻ ഞണ്ട് കറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ കാണും വരെ ടാറ്റാ. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.